നമസ്കാരം, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത ഹിഡൻ ടെമ്പിളിലോട്ടാണ് ഞാൻ പോകുന്നത്. ജൈനമത വിശ്വാസത്തോട് സാമ്യം തോന്നിക്കുന്ന ക്ഷേത്രം. കൂർഗ് സ്വദേശികളായ കുടുംബാംഗങ്ങളാണ് ഈ ക്ഷേത്രം നോക്കി നടത്തുന്നത്. വൈകുന്നേരം 5 മണിക്ക് ശേഷം തുറക്കുള്ളൂ. നമ്മൾ നേരത്തെയാണ് എത്തിയത്. ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വയനാട്ടിലെ മേപ്പാടിയിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ കയറിയത്. മറ്റൊരു കാടിനുള്ളിലുള്ള ക്ഷേത്രത്തെ പറ്റി എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണാം. തിരുനെല്ലി ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ മഞ്ഞുകാലത്തൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതിരാവിലെയുള്ള കോടമഞ്ഞിലൊക്കെ അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ ഈ സമയത്ത് വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഉള്ളത് പണ്ടത്തെ മുത്തങ്ങ എന്നറിയപ്പെടുന്ന ഭാഗത്താണ്. പണ്ട് മുത്തും പവിഴൊക്കെയുള്ള വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഈ ഭാഗം. അന്ന് കാർഷിക സംസ്കൃതിയുടെ കൂടെ സമ്പന്ന ഭാഗമായിരുന്നു കേട്ടോ ഈ സ്ഥലം. ജൈനരായിരുന്നു ഇത്തരം വികസനങ്ങളെ കൊണ്ടുവന്നത്, അങ്ങാടികളൊക്കെ കൊണ്ടുവന്നത്. ഇവരുടെ ഗേറ്റിന് മുന്നിൽ ഒരു ബോർഡ് കാണാം. ഇതൊരു കുടുംബക്ഷേത്രം പോലെ നോക്കി നടത്തുന്നതാണ്. ഗൂഗിൾ ലൊക്കേഷൻ നോക്കി കൃത്യമായി വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ കുറച്ചകലം മാത്രം 100 മീറ്റർ അകലത്തിലുള്ള കല്ലമ്പലായ വിഷ്ണുഗുടി ക്ഷേത്രം ലൊക്കേഷൻ കൊടുത്താൽ മതി, ഇവിടെ എത്തിച്ചേരാൻ പറ്റും. കുടുംബക്ഷേത്രം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിച്ചിട്ടാണ് കയറിയത്. ഇവിടെയുള്ളവർ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, ഇവരുടെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറാം. തിരുനെല്ലി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കാളീശ്വര ക്ഷേത്രമുണ്ട്, എൻ്റെ മുന്നത്തെ വീഡിയോയിലുണ്ട്. കല്ലമ്പലങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെ. ഇതാണ് ആ വീട്ടുകാർ. ഇവരുടെ ഇതാണ് വരുന്ന വഴി. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടാവും. ഗേറ്റിനോട് ചെറിയൊരു ബോർഡ് ഉണ്ടാവുള്ളൂ, മനസ്സിലാവില്ല. ഈ ഗേറ്റ് കഴിഞ്ഞ് 2 അടി നടന്ന ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ കല്ലമ്പലം ക്ഷേത്രത്തിലെത്താം. വിഷ്ണുഗുടി ക്ഷേത്രം പനമരം നടുവയൽ റോഡ് എന്നാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ കല്ലിൽ തീർത്ത ക്ഷേത്രങ്ങളെ കല്ലമ്പലങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. റോഡിൽ കാണുന്ന വിഷ്ണുഗുടി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണാം, വിഷ്ണുഗുടി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ആ ബോർഡിന്റെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് നടന്ന കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിൽ ഈ ക്ഷേത്രം കാണാൻ പറ്റുക. വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല, ആ മെയിൻ റോഡിൽ തന്നെ ഇടാം. ചെറിയ വണ്ടികളൊക്കെയാണ് ഇതിന് മുന്നിൽ തന്നെ ഇടാൻ പറ്റും. ചെറിയൊരു വഴിയാണുള്ളത്. ടിപ്പുവിന്റെ കാലത്തെ ആക്രമണത്തിൽ പകുതി തകർന്നിട്ടും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഈ ക്ഷേത്രം തകർന്നിട്ടില്ല. കിഴക്കോട്ടാണ് ദർശനം. ഗ്രാനൈറ്റ് കല്ലുകൾ കാണാം നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ. നരസിംഹം, മത്സ്യം, കൂർമ്മം, അങ്ങനെ 300-ലധികം കൊത്തുപണികൾ കാണാം. പ്രതിഷ്ഠയും ആരാധനയൊന്നും ഇല്ലാത്ത ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് 21 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കിടങ്ങാട്ട് ടെമ്പിൾ എന്നൊരു ജൈന ക്ഷേത്രമുണ്ട്. സമയം ഉണ്ടെങ്കിൽ പോവാം. സുൽത്താൻ ബത്തേരി വയനാട്ടിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്രങ്ങളിൽ കയറുക. പിന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് 700 മീറ്റർ മുന്നോട്ട് പോയാൽ ജൈന ഗുഡി എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. പക്ഷെ ആ ക്ഷേത്രം റിനോവേഷനായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രമാണ്. വൈകുന്നേരം വരെ ഉണ്ട്. വൈകുന്നേരം 5:30-6 മണി വരെ ഉണ്ട്. ഫോട്ടോഗ്രാഫി അലൗഡാണ്. ഇവിടെ പ്രതിഷ്ഠയില്ല. പക്ഷേ ആ ഒരു ക്ലൈമറ്റിലൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇതുപോലെ ഒരുപാട് കല്ലമ്പലങ്ങളുണ്ട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളത്. സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്രങ്ങൾ കാണാം. അപ്പോൾ ഈ രണ്ട് ക്ഷേത്രങ്ങളും തൊട്ടടുത്താണ്. അപ്പോൾ വിഷ്ണുഗുടി ക്ഷേത്രം പനമരം നടവയൽ റോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിലോട്ടെത്താം. റോഡ് സൈഡിൽ അതിനൊരു ബോർഡ് കാണാം. ക്ഷേത്രം കാണാൻ പറ്റില്ല, അപ്പോൾ ബോർഡ് നോക്കി പോവുക. ബോർഡ് കണ്ടു കഴിഞ്ഞ് ലൊക്കേഷൻ കൊടുത്ത് അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലോട്ടും അതിൻ്റെ പുറകിലോട്ട് ഒരു 100 മീറ്റർ അടി നടന്നു കഴിഞ്ഞാൽ നേരത്തെ പോയ ക്ഷേത്രത്തിലോട്ട് എത്താം. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പോവുക. പിന്നെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ആ റൂട്ടിൽ തന്നെ കാളീശ്വര ക്ഷേത്രം ഉണ്ട്. നല്ല മനോഹരമായ ക്ഷേത്രമാണ്. ഒരു കാടിനുള്ള ക്ഷേത്രമാണ്. മുന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോകൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതുപോലെ ഹിഡൻ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.